ഹലോ വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തംബ്നെയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെയാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ പ്രൊഡക്ട്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഈ ഒരു സ്കിൻ കെയർ ജേർണി എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തതിൽ ഞാൻ മാറി മാറി കുറേ പ്രൊഡക്ട്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ പറയുന്നില്ല. ട്രൈ ചെയ്തതിൽ എനിക്ക് ബെറ്റർ എന്ന് തോന്നിയതും മാത്രമല്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുക സ്കിൻ കെയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് പോകുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് നമുക്ക് മാറ്റി വയ്ക്കാനും പറ്റുന്നൊരു കാര്യമല്ല. നമ്മുടെ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താലാണ് നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒഴിവാക്കാനും പറ്റിയതല്ല. പക്ഷേ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ കുഴപ്പമില്ലാത്ത നല്ല പ്രൊഡക്ട്സ് ഒക്കെ വെച്ച് നമ്മളൊന്ന് സ്കിൻ കെയർ ചെയ്താലോ. മാസം മാസം നമുക്ക് ഈ സ്കിൻ കെയറിന് ചിലവാക്കുന്നതിന് പകരം എങ്ങനെ നമുക്ക് ലാഭിക്കാം, എങ്ങനെ നല്ല പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കുഴപ്പമില്ലാതെ നല്ലൊരു സ്കിൻ കെയർ നമുക്ക് നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ കഴിയും എന്നുള്ളതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. കാരണം എൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ഈ ഒരു സ്കിൻ കെയറിലേക്ക് ഞാൻ ഇറങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ സ്കിന്ന് കെയർ ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള എൻ്റെ പ്രൊഡക്റ്റും എൻ്റെ ജേർണിയും കൂടിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, സ്കിൻ കെയർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യണം, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താലാണ് നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അസുഖം വരാണ്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുന്നില്ലേ നമ്മുടെ ഹെൽത്തിനെ, അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കിൻ കെയർ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത്, സ്കിൻ കെയർ എന്ന് പറയുന്ന ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്കും യൂസ് ചെയ്യേണ്ടതായിട്ട് വരണം എന്നില്ല. ഞാൻ യൂസ് ചെയ്യാത്തതായിട്ടുള്ള പ്രൊഡക്ട്സ് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. കാരണം നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെയൊക്കെ കുറവാണോ അതാണ് നമ്മുടെ സ്കിന്നിന് എടുക്കുന്നത്. ഓക്കെ, ഇപ്പം പറയുകയാണെങ്കിൽ വിറ്റാമിൻ സി, ഇ, ഓക്കെ, നിങ്ങൾക്ക് എന്താണ് കുറവ് എന്നുള്ളത് നിങ്ങളൊരു ഡോക്ടറെ ചെന്ന് കണ്ടാൽ തന്നെയാണ് നമുക്കത് പറയാൻ പറ്റുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ആദ്യം നല്ലൊരു ഡോക്ടറെ നിങ്ങൾ പോയി കണ്ട്, സ്കിന്നിൻ്റെ ഡോക്ടറെ പോയി കണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കിന്നിന് വേണ്ടത്, എന്തൊക്കെയാണ് കുറവുള്ളത് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് വേണ്ട പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്കിന്നിന് വിറ്റാമിൻ സി ആവശ്യമാണോ, എന്താണോ ആവശ്യം അത് നമ്മുടെ സ്കിന്നിന് കൊടുക്കുക. സ്കിന്നിന് കൊടുക്കുന്നതിനുപരി തന്നെ നമ്മുടെ ശരീരത്തിനും കൊടുക്കേണ്ട അത്യാവശ്യമാണ്. നമ്മൾ സ്കിന്നിന് കൊടുത്ത സ്കിന്ന് മാത്രമേ തിളങ്ങി നിൽക്കുള്ളൂ, സ്കിന്നിന് മാത്രമേ പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ. അതോടൊപ്പം നമ്മൾ ഫുഡിലും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ പുറം മാത്രം പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ഉള്ളിൽ കൊടുക്കേണ്ടത് ഉള്ളിൽ കൊടുത്താലാണ് അത് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം കുടിക്കുന്ന വിഷയമാണെന്നുണ്ടെങ്കിലും വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഇപ്പോൾ നട്ട്സോ ഫ്രൂട്ട്സോ പച്ചക്കറികളോ എന്താണെന്നുണ്ടെങ്കിലും ഇലവർഗം ഒക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്താണോ നമ്മുടെ ശരീരത്ത് കുറവ് എന്നുള്ളത് നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യുക. പക്ഷേ ഒഴിച്ചുകൂടാൻ നമ്മുടെ സ്കിൻ കെയറിൽ ഇപ്പോൾ ഭയങ്കര ടാൻ അടിച്ചിട്ടുള്ള സ്കിന്നാണ്. ഇപ്പോൾ എൻ്റെ സ്കിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ ഒരു ഞാനിവിടെ പിക്ചർ കൊടുക്കാം, ഞാൻ തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 month ആയിട്ട്, നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നല്ല ടൈം എടുത്തിട്ടാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കത് പറയാനുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 6 month കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫേസാണ്. എനിക്ക് പഴയ പിക്ചറൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. എൻ്റെ ഫോണൊക്കെ ചേഞ്ച് ചെയ്തതിലും ഞാൻ എൻ്റെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മെമ്മറി കാർഡിലായിരുന്നു. മെമ്മറി കാർഡൊക്കെ പോയതിന് ശേഷം എൻ്റെ പഴയ പിക്ചേഴ്സ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ടാൻ അടിച്ച എൻ്റെ ഫേസ്, കാരണം ഫേസ് നല്ല രീതിയിൽ അറിയുന്ന ഒരു പിക്ചർ എൻ്റെ കയ്യിലില്ല. അപ്പോൾ നല്ല രീതിയിൽ ടാൻ അടിച്ചു. കാരണം ഞാൻ ആകെ കൂടി പണ്ട് ഞാൻ എൻ്റെ ഫേസിന് സ്കിൻ കെയർ ആയിട്ട് ഞാൻ കൊടുത്തിരുന്നത് ഒരു ആലോവേര ജെല്ലിൻ്റെ ഒരു മോയ്സ്ചറൈസർ മാത്രമാണ് ഞാൻ എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ബോഡിയിലാണെന്നുണ്ടെങ്കിലും എൻ്റെ ഫേസിലാണെന്നുണ്ടെങ്കിലും മറ്റു ഒരു പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഈവൻ സൺസ്ക്രീൻ പോലും എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തില്ല. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് അല്ല, ഒരുപാട് ടൈം അതിന് കാണണം. അതോടൊപ്പം തന്നെ നല്ല
ക്ഷമ നമുക്ക് വേണം. നല്ല ക്യാഷ് ഇതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻവെസ്റ്റ് അല്ല, ക്യാഷ് ഇതിനായിട്ട് കളയേണ്ടതായിട്ട് വരും. സംഭവം നമ്മുടെ സ്കിന്നിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ക്യാഷ് കൊടുത്തേ വാങ്ങാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഉള്ള പ്രൊഡക്റ്റ് എങ്ങനെ ലാഭിച്ച് നമുക്ക് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളൊരു ഡോക്ടറെ ചെന്ന് കണ്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സ്കിന്നിന് കൊടുക്കേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ എന്താണോ കുറവ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ എന്താണോ കുറവ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നാണ് എൻ്റെത്. അപ്പോൾ എൻ്റെ സ്കിന്നിന് ഞാൻ കൊടുക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാണ് കേട്ടോ, എൻ്റെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. സെൻസിറ്റീവ് സ്കിൻ ആരും ഇത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ എന്ത് യൂസ് ചെയ്താലും നിങ്ങളുടെ ഫേസിൽ എന്താ പറയുക കുരുക്കൾ നിറയുന്നുണ്ട്, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ആയിട്ട് മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാർ മാക്സിമം ഇത് സ്കിപ്പ് ചെയ്തോളൂ. അല്ലാത്ത ആൾക്കാർക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. ബിഗിനേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ നല്ല ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമ്മൾ എങ്ങനെ വാങ്ങാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് ലാഭിക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഒട്ടും കുറയ്ക്കാതെ തന്നെ നമുക്ക് സ്കിൻ കെയറിലേക്ക് നമ്മൾ പ്രൊഡക്ട്സ് ഉൾപ്പെടുത്തുകയും വേണം. എന്നാൽ അത് ലാഭിക്കേണ്ട രീതി മീൻസ് പ്രൈസിലാണ് നമ്മൾ ലാഭിക്കേണ്ടത് കേട്ടോ. എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വളരെയധികം ഉപകാരപ്പെടും. ഒരു 6 മന്തെങ്കിലും പിടിക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ. നിങ്ങൾ ഒരാഴ്ച യൂസ് ചെയ്തിട്ട് എനിക്കൊരു ചേഞ്ചസും വരുന്നില്ലല്ലോ, അതിലൊരു കാര്യമില്ല. ഒരാഴ്ച പോയിട്ട് 1 മാസമോ 2 മാസമോ 3 മാസമോ ഒരു കാര്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു 6 മന്ത്, ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് സംബന്ധിച്ചിടത്തോളം ഞാനൊരു 6 മന്തെങ്കിലും ആയിട്ടാണ് എനിക്ക് ഫേസിൽ ചേഞ്ചസ് കണ്ടു തുടങ്ങി. നമ്മൾ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ സൺസ്ക്രീനിൻ്റെ ഒരു തിളക്കം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതൊന്ന് റെഡി ആവാൻ, മൊത്തത്തിലൊന്ന് റെഡിയായി വരാൻ നമുക്കൊരു 6 മന്തെങ്കിലും നമുക്ക് പിടിക്കും ചുരുങ്ങിയത്. ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സിൻ്റെയാണ് പറയുന്നത് കേട്ടോ. നമ്മൾ നല്ല റേറ്റ് കൊടുത്ത നല്ല പ്രൊഡക്ട്സ് ഒക്കെ ഒരുപാട് നല്ല പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ആ പ്രൊഡക്ട്സിലേക്ക് ഒന്നും കിടന്നിട്ടില്ല. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ നമുക്ക് ചെയ്യാവുന്ന സ്കിൻ കെയറിൻ്റെ പ്രൊഡക്ട്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇത്രയും ഡ്യൂറേഷൻ എന്തായാലും നമുക്ക് ടൈം എടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നമ്മുടെ സ്കിന്നൊന്ന് റെഡിയായി വരാൻ. എനിക്ക് എൻ്റെ പഴയ സ്കിന്നിനെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ പഴയ ഫേസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എത്രയോ ബെറ്ററാണ്. ഞാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് ഇതൊക്കെ ചെയ്യാൻ. പിന്നെ യൂട്യൂബിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മളിത് ചെയ്തല്ലേ പറ്റൂ. കാരണം നീ ആദ്യം നിന്റെ മുഖം പോയി നന്നാക്കുക, എന്നിട്ട് മതി മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാനെന്ന് പറയുന്ന സിറ്റുവേഷൻ വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം സ്കിൻ കെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് നല്ല മടിയുണ്ട്. കാരണം 2 നേരമൊക്കെ ചെയ്യണതിന് പകരം ചില ടൈമിലൊക്കെ 1 നേരം ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഞാൻ ഫേസ് ചിലപ്പോൾ കഴുകാനൊക്കെ വിട്ടുപോകും. ഭയങ്കര മടിയുള്ള കൂട്ടത്തില്ല. ചെറുതായിട്ട് കുരുക്കളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. കാരണം കുറച്ച് ട്രാവലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമായിട്ട് പിന്നെ ഒരു രക്ഷയില്ല, അങ്ങനെ വന്ന് കിടന്നു. പിന്നെ മാത്രമല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മേക്കപ്പിൻ്റെ ഒക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഹൈജീൻ നിർബന്ധമാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ 2 നേരം, ചുരുങ്ങിയത് 2 നേരം വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 2 നേരം നിങ്ങൾ തീർച്ചയായിട്ടും ഫേസ് ക്ലീൻ ചെയ്ത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുക. ഇനിയിപ്പോൾ പുറത്ത് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോകുന്നതിന് മുമ്പും പുറത്ത് പോയി വന്നതിന് ശേഷവും നിങ്ങളത് ചെയ്യേണ്ടത് നിർബന്ധമാണ് കേട്ടോ. നമ്മൾ ആ ഒരു അണുക്കളൊക്കെ നമ്മൾ അങ്ങനെ വെച്ച് അങ്ങനെ തന്നെ ഇരിക്കരുത്. അതൊന്ന് ശ്രദ്ധിക്കുക. സ്കിന്നിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പ്രൊട്ടക്ഷനാണ് സ്കിന്ന് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് മുതൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ബോഡി ആണല്ലോ കെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുളിക്കുന്ന ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഡവിൻ്റെ ആണ് കേട്ടോ. ഡവിൻ്റെ ബോഡി വാഷ് അല്ലെങ്കിൽ ഡവിൻ്റെ സോപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നേക്കെന്നാണ് കേട്ടോ. പിന്നെ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതുമുണ്ട്. നേക്കെന്ന് മാത്രമല്ല ഷോപ്പിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതിൻ്റെ ലിങ്ക് നേക്കയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കിട്ടില്ല. കാരണം ചില പ്രൊഡക്ട്സ് എന്തോ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലതിൻ്റെ ഒന്നും ലിങ്ക് തീരെ കാണുന്നില്ല. ഇനി പിന്നീട് വരുമോ എന്നൊക്കെ അറിയില്ല. വരുവാണെങ്കിൽ ഞാൻ കൊടുക്കാം. ഇത് ഞാൻ നൈക്കയിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും ആ ഒരു ഫസ്റ്റ് ടൈം നമ്മൾ കുറച്ച് ക്യാഷ് ചിലവാക്കി അത് അത്യാവശ്യം നമുക്ക് നിൽക്കും, അത്യാവശ്യം യൂസ് ചെയ്യാം. ഒരു നമ്മളിപ്പോഴും കണ്ടത് ഒരു 3-4 മാസമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള രീതിക്ക് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭിച്ച് നമുക്ക് വാങ്ങാം. ആ ഒരു ടൈമിൽ ക്യാഷ് ചിലവാക്കുന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ചെറിയ ബോട്ടിലൊക്കെയാണ്, ഒരു 100-150 ml ഒക്കെ ബോട്ടിലാണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതൊന്നും അധികം നാൾ നിൽക്കില്ല. അതേസമയം ഇത്രയും വലിയൊരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു 1 ലിറ്ററിൻ്റെ ഒക്കെ ബോട്ടിലാണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നിൽക്കും. പക്ഷേ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും, നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും ഓൺലൈൻ ആയതുകൊണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ പർപ്പിളിനെക്കാട്ടിലും ഇപ്പോൾ ഞാൻ കൂടുതൽ ചൂസ് ചെയ്യുന്നത് നൈക്കിയാണ്. കാരണം ഡെലിവറി ചാർജ് ഒക്കെ ഭയങ്കര, എനിക്ക് തീരെ ഡെലിവറി ചാർജ് വരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നൈക്ക ചൂസ് ചെയ്യുന്നത്. മാത്രമല്ല മറ്റുള്ള പ്രൊഡക്ട്സിന് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നൈക്കയിൽ എനിക്കുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കൂടുതലും നൈക്കയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. കൂടുതലും ഞാൻ നൈക്കയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ വലിയ ബോട്ടിൽസ് ഒക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് നോക്കി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ലോങ് പീരീഡിൽ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആവും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ ഡൊവിൻ്റെ സോപ്പ് ആണെന്നുണ്ടെങ്കിലും ദെൻ ഈ ഒരു ബോഡി വാഷ് ആണെന്നുണ്ടെങ്കിലും ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ഫീലാണ് നമുക്ക് തരുന്നത്. ഈവൻ ഇത് യൂസ് ചെയ്ത് ഞാൻ കൈ കഴുകുമ്പോൾ തന്നെ അത്രയും നേരം ഡ്രൈ ആയിരുന്ന കൈ നമ്മൾ ഇത് യൂസ് ചെയ്തൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ കൈ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര സോഫ്റ്റ്, ഒരു മോയ്സ്ചറൈസർ ഇട്ട പോലെ ഒരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല കുളി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ ഫീൽ നമുക്കിത് തരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിന് ഇതാണ് തരുന്നത്. അതുപോലെ തന്നെ ഇതും നമുക്ക് ഈ ഒരു സോപ്പ്, ഇത് ഡവിൻ്റെ ക്രീം ബ്യൂട്ടി ബാത്തിങ് ബാറാണ് കേട്ടോ. വൈറ്റ് കളറിലാണ് ഈ ഒരു സോപ്പ് ഉണ്ടാവുക. ഇത് കൂടാതെ വേറൊരു സോപ്പ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലുണ്ട് കേട്ടോ, ഞാൻ വെച്ചിട്ടുണ്ട്, വേറെ ബോട്ടിലാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ബൈ 4 get 1 ഫ്രീ ഓഫറിലാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സംഭവം അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ലാഭിക്കാം കേട്ടോ. ഇതിലൊരു 5 എണ്ണം, 4 എണ്ണം പർച്ചേസ് ചെയ്താൽ 1 എണ്ണം ഫ്രീ എന്നുള്ള രീതിക്കാണ് 5 എണ്ണം. അതും ഇത് 125 ഗ്രാമിൻ്റെ ആണ്. അത്യാവശ്യം വലിയൊരു ബാറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു മോയ്സ്ചറൈസിങ് ഫീൽ തരുന്ന ഒരു ബാത്തിങ് ബാറാണ്. ദെൻ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു സോപ്പാണ് ഇത് കേട്ടോ. ധൈര്യമായിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ, കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു ടൈപ്പ് സോപ്പാണ്. എനിക്ക് ഡവിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഹെയറിന് കൊടുക്കുന്നതൊക്കെ ഡവിൻ്റെ തന്നെയാണ്. അപ്പോൾ ഹെയർ കെയർ സെപ്പറേറ്റ് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം. ഇതിന് അത്യാവശ്യം ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്, കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ സംഭവം നല്ലൊരു ഇതാണ്, നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ കേട്ടോ. ഇതിനും നല്ല സോപ്പ് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ മാർക്കറ്റിൽ. ഇപ്പോൾ സെബാമെഡ്, സെറ്റഫിലിൻ്റെ തന്നെ നല്ല സോപ്പുകൾ അവൈലബിൾ ആണ്. നല്ല റേറ്റ് നമുക്ക് വരുന്നുണ്ട്. അത് മാത്രം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീഡിയോയിൽ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മുടെ സ്കിന്നിന് നല്ല പ്രൊട്ടക്ഷനുള്ള, നല്ല കുഴപ്പമില്ലാത്തൊരു പ്രൊട്ടക്ഷനൊക്കെ തരുന്ന നല്ല പ്രൊഡക്ട്സ് ആണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ. എനിക്ക് ഞാൻ യൂസ് ചെയ്തിടത്തോളം എനിക്ക് ഓക്കെയാണ്. നല്ല മോയ്സ്ചറൈസിങ് ഫീലൊക്കെ തരുന്നുണ്ട്. 125 ഗ്രാമിന് 125 ഗ്രാമിൻ്റെ അത്യാവശ്യം നല്ല വലിയ ബാറാണ്. അത്യാവശ്യം ഒരാൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും. എനിക്ക് എന്തായാലും ഒരു ബാർ 1 മാസം എന്തായാലും നിൽക്കുന്നുണ്ട്. ഇതൊരു ക്രീമി ടെക്സ്ചർ ആണല്ലോ നമ്മുടെ ഡവിൻ്റെ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിത് ഈ ഒരു സെറ്റിൽ എനിക്ക് കിട്ടിയിട്ടുള്ള മൊത്തം 5 എണ്ണമാണ്. 4 എണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ 1 എണ്ണം ഫ്രീ എന്നുള്ള രീതിക്കുള്ള ഒരു പാക്കാണ്. അങ്ങനെ 5 എണ്ണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ നോക്കട്ടെ കേട്ടോ, എനിക്ക് വലിയ ഓർമ്മയില്ല. ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഓഫറിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 466 ഓഫർ പ്രൈസ് കാണുന്നത് കേട്ടോ. 3% ഡിസ്കൗണ്ട് ഇപ്പം കാണുന്നുള്ളൂ. ഇനിയിപ്പോൾ നല്ല ഡിസ്കൗണ്ട് ഉള്ള ടൈമിൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അത്രയും ലാഭമാണ്. അപ്പോൾ 466 ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 5 മാസം 6 മാസം വരെ, 6 മാസത്തിനടുത്ത് വരെ നമുക്ക് ഈ ഒരു സെറ്റ്, കാരണം 5 സോപ്പ് ഇതിൽ വരുന്നുണ്ട്, ഈ ഒരു സെറ്റ് നമുക്ക് പോവും. അതുപോലെ തന്നെ ഈ ഒരു ബോഡി വാഷ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 800 ml ബോഡി വാഷ് ആണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 4-5 മാസത്തോളം നമുക്ക് ഇതും പോവും. ഒരാളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കേട്ടോ, ഏകദേശം ഒരു 4-5 മാസത്തോളം ഇതും നമുക്ക് ഓടും. 800 ml ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഇതിൽ ഒറിജിനൽ പ്രൈസ് 520 കാണുന്നത് കേട്ടോ. ഓഫർ പ്രൈസ് ഞാൻ നോക്കട്ടെ, ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്.
ഓഫർ പ്രൈസ് വന്നിട്ട് ഇത് 800 ml-ൻ്റെതാണ്. 413 ഓഫർ പ്രൈസ് കാണുന്നത്. 520 ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഉള്ളത് കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസർ ഫീലൊക്കെ തരുന്ന 24 hours മോയ്സ്ചറൈസിങ് സ്കിൻ എന്നൊക്കെ പറയും. പക്ഷെ 24 hours ഒന്നും ഉണ്ടാവില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മോയ്സ്ചറൈസിങ് ഫീലൊക്കെ തരുന്ന നല്ലൊരു pH മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു ബോഡി വാഷ് തന്നെയാണ് ഇത്. ദെൻ ഈ ഒരു സോപ്പിന്റെ തന്നെ വേറൊരു സോപ്പ് ഉണ്ടതാണ്. ഇത് 100 ഗ്രാമിൻ്റെ ആണ് കേട്ടോ. ഇത് കെയർ ആൻഡ് പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലൂ കളറിലാണ് ഈ ഒരു സോപ്പ് നമുക്ക് കിട്ടുന്നത്. ഇതും ഞാൻ ഓൺലൈൻ തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിലും മോയ്സ്ചറൈസിങ് ക്രീം അടങ്ങിയിട്ടുണ്ട്. മീൻസ് ഒരു മോയ്സ്ചറൈസിങ് ഫീൽ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് pH ബാലൻസ്ഡ് ആണ് ഇതും. ഓക്കെ, നല്ലൊരു ക്ലെൻസിങ് ബാറാണ്, അടിപൊളിയാണ്. ഒരു ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ഒരു സോപ്പ് തന്നെയാണ് കേട്ടോ. നല്ലൊരു സോപ്പ് തന്നെയാണ്. രണ്ടും നമുക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഇതിൽ കെയറിങ് 100% ഫോർമുല എന്നൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. 100% ഒന്നും എല്ലാ സോപ്പിനും ഉണ്ടായിക്കോളണമെന്നൊന്നുമില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്തെടുത്തോളം എനിക്ക് ഡവ് ഓക്കെയാണ് കേട്ടോ. എനിക്ക് ഓക്കെയാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബൈ 3 get 1 ഫ്രീ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 4 എണ്ണം, 3 എണ്ണം പർച്ചേസ് ചെയ്താൽ 1 എണ്ണം ഫ്രീ എന്നുള്ളൊരു ഓഫറിലാണ് ഞാൻ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 316 ഓഫർ പ്രൈസ് കേട്ടോ. ഞാൻ പർച്ചേസ് ചെയ്തത് 316. 322 ഒറിജിനൽ പ്രൈസ്. വലിയ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനും കുഴപ്പമില്ലാണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഈ കോംബോ ഒക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അധികം നമ്മുടെ പോക്കറ്റൊന്നും കയറാത്ത രീതിയിലേക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വലിയ കോംബോ ഉണ്ടോ, അല്ലെങ്കിൽ ചെറിയൊരു നമ്മൾ പ്രൈസ് കുറവല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ചെറിയൊരു ബോട്ടിലൊന്നും വാങ്ങാണ്ടിരിക്കുക. വാങ്ങുകയാണെങ്കിൽ ക്യാഷ് ഉള്ള ടൈമിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അത്യാവശ്യം നാൾ നിന്നോളും കേട്ടോ. അപ്പോൾ ഒരൊറ്റ ആളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് പോവാം. വീട്ടിലുള്ള എല്ലാവരും ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് മാസം മാസം പോക്കറ്റ് കയറുന്ന രീതിക്ക് തന്നെയാവും. ഞാൻ ഒരാളുടെ ഒരു കണക്കാണ് ഞാൻ പറയുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ബോഡിയിൽ കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, ബോഡിയിലല്ല, നമ്മൾ പിന്നെ ഫേസ് ആണ്. ഫേസ് നമ്മൾ ക്ലെൻസ് ചെയ്യുക, ദെൻ ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലെൻസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സെറ്റഫിലിൻ്റെ ക്ലെൻസറാണ് കേട്ടോ. ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു 125 ml-ൻ്റെ ബോട്ടിലാണ്. ഓക്കെ, ക്ലെൻസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കൂടുതലും യൂസ് ചെയ്യാം നമ്മൾ മോർണിംഗ് മേക്കപ്പ് ഒന്നും ചെയ്യാണ്ടാണ് നമ്മൾ നൈറ്റ് കിടക്കുന്നത്. പിന്നെ മോർണിംഗ് വരുമ്പോൾ നമ്മൾ സ്കിൻ കെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ നൈറ്റ്. അപ്പോൾ നമുക്ക് ഇത് മതി. ഓക്കെ, മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ടൈമിൽ നമ്മൾ ഈ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, നമ്മൊന്നും പോവില്ല. ഇതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളിയൊന്നും അധികം പോകുന്ന ടൈപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കിഷ്ടമായി ഈ ഒരു സെറ്റഫിലിൻ്റെ ഈ ഒരു ക്ലെൻസർ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കളർ ഫ്രീ ആണ്, സ്മെൽ ഫ്രീ ആണ്. അതൊക്കെ തന്നെയാണ് സെറ്റഫിലിൻ്റെ പ്രൊഡക്ട്സിനോട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ സ്കിന്നിന് അധികം ഡാമേജോ കാര്യങ്ങളൊന്നും ആക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് ഡ്രൈ ടു നോർമൽ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഡ്രൈ ടു നോർമൽ സ്കിന്നിനൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. സെൻസിറ്റീവ് സ്കിന്നിന് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ഡോക്ടറിൻ്റെ അനുഭവത്തോട് കൂടിയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് അത്യാവശ്യം നല്ല റേറ്റ്, സെറ്റഫിലിൻ്റെ പ്രൊഡക്റ്റിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഇതിന് വരുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്ത് പോകാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കാം, വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് മതി. ഓക്കെ, നമ്മുടെ ഫേസിന് വേറെ ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന. സോപ്പ് യൂസ് ചെയ്യുന്നില്ല, ഫേസ് വാഷ് മറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല. ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം. കാരണം നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡബിൾ ക്ലെൻസിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. നല്ലൊരു എന്താ പറയുക, ഫേസ് വാഷ് നമുക്ക് ആവശ്യമായിട്ട് വരും. നമ്മുടെ ഫേസിൽ നിന്ന് ആ മേക്കപ്പ് പൂർണ്ണമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലെൻസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് നമ്മൾ കഴുകിക്കളയുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. 125 ml-ന് 375 ഓഫർ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ. 399 ഒറിജിനൽ പ്രൈസ്. ദെൻ 250 ml-ൻ്റെ ഉണ്ട്, 500 ml-ൻ്റെ ഉണ്ട്. നിങ്ങൾ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഒരു 1 ലിറ്ററിൻ്റെ മേടിക്കാവും നല്ലത്. 1 ലിറ്ററിൻ്റെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ 1 മന്തിന് കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഒരു നേരെ യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഫേസ് വാഷും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്.
ഫേസ് വാഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് ഒരു നേരം, ഇത് വേറൊരു നേരം. ഞാൻ മോർണിംഗ് ആണ് ഇത് ഞാൻ കൂടുതലും യൂസ് ചെയ്യൽ. നൈറ്റ് അല്ലെങ്കിൽ കുളിക്കുന്ന ടൈമിലൊക്കെയാണ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ യൂസിങ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു മാസത്തിൽ കൂടുതൽ എന്തായാലും നിന്നിട്ടുണ്ട്. 125 ml എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു മാസത്തിൽ കൂടുതൽ എന്തായാലും എനിക്കിത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വരുന്നത് 375 അതുപോലെ തന്നെ 250 ml 678 വരുന്നുണ്ട്. അപ്പോൾ ഈ 125-നെക്കാട്ടിലും ഏറ്റവും ബെറ്റർ 250 പിന്നെ നമ്മൾ നോക്കുമ്പോൾ 500 ml 250 ml പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് 500 ml വാങ്ങാനോ തോന്നാം. അതേസമയം 1 ലിറ്ററിൻ്റെ 500 ml നമുക്ക് നോക്കുമ്പോൾ ലാഭം 1 ലിറ്ററിൻ്റെ വാങ്ങുന്നതാണ്. കാരണം 1503 1 ലിറ്ററിന് വരുന്നുള്ളൂ. ഇല്ല 500 ml വരുന്നത് 1078 വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ നമുക്ക് എന്താ പറയുക, 1 ലിറ്ററിൻ്റെ വാങ്ങുന്നതല്ലേ. 1/2 ലിറ്ററിന് നമുക്ക് 1078 വരുന്നുണ്ട്. അപ്പോൾ 1 ലിറ്ററിന് നമുക്ക് 1503 വരുന്നുള്ളൂ. അപ്പോൾ ലാഭം നമുക്ക് 1 ലിറ്ററിൻ്റെ വാങ്ങുന്നതാണ്. സംഭവം നല്ലൊരു പ്രൊഡക്റ്റാണ്. അധികം നമ്മുടെ ഫേസിലൊന്നും ചെളിയൊന്നും തട്ടാത്ത പ്രകൃതമാണ്. കാരണം ഞാൻ കൂടുതലും വീട്ടിലാണ് ഇരിക്കുന്നത്, എനിക്ക് പുറത്തേക്ക് അങ്ങോട്ട് പോകുന്ന സിറ്റുവേഷൻ വരലില്ല. അതും കൂടിയാണ് എൻ്റെ സ്കിന്നിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷനിൽ എന്ന് പറയാൻ, അതും കൂടി മെയിനാണ് കേട്ടോ. ഞാൻ കൂടുതലും പുറത്തേക്ക് ഇറങ്ങലില്ല. പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്ട് ഞാൻ ഇറങ്ങത്തേ ഇല്ല. ഇപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കണു. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടേ ഇരിക്കുള്ളൂ. കാരണം ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന്, നമ്മുടെ മൊബൈലിൽ നിന്നാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ലൈറ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റുകൾ, ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ലൈറ്റ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അതൊക്കെ നമ്മൾ തട്ടുമ്പോൾ നമ്മുടെ സ്കിന്നിന് ടാൻ അടിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സൺസ്ക്രീൻ എപ്പോഴും അപ്ലൈ ചെയ്യും. കാരണം ഫുൾ ടൈം ഞാൻ ഫോണിലാണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം. ഞാൻ കൂടുതലും വീട്ടിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് പൊടിയുടെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. പിന്നെ മേക്കപ്പ് വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ ആ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഫേസ് വാഷിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അല്ലാത്ത പക്ഷം ഇത് ധാരാളമാണ് കേട്ടോ. സ്കിൻ കെയർ മാത്രമല്ലേ ചെയ്യുന്നത്. പിന്നെ വല്ലപ്പോഴൊക്കെ ഇതും ഫേസ് വാഷ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് തീരെ മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെട്ടുള്ളതാണ് ഈ ഒരു ക്ലെൻസർ എന്ന് പറയുന്നത്. അധികം ചെളിയൊന്നും കാര്യങ്ങളൊന്നും കളയുന്ന ടൈപ്പ് അല്ല. അപ്പോൾ ചെളി ഇല്ലാത്ത ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കൂടുതലും നമ്മുടെ ഫേസിനെ ഡ്രൈ ആക്കുന്ന ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കല്ലേ നല്ലത്. അപ്പോൾ സോഫ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിൽ സോഫ്റ്റ് ഫ്രീ ആണ്, അടിപൊളി ക്ലെൻസറാണ്. ഓക്കെ, ഇത് ദെൻ അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ ഈ ഒരു ഫേസ് വാഷാണ്. ഇത് ഹിമാലയയുടെ പ്രിവെന്റ് ബ്ലാക്ക് ഹെഡ്സിന്റെ ഒരു ഫേസ് വാഷാണ്. ഇതിൽ തരിതരി പോലത്തെ ഒരു ഇതുണ്ട്. നമ്മൾ ഒരുമാതിരി നമ്മളൊരു ഫേസ് സ്ക്രബ് ചെയ്യുന്ന പോലെ ഇരിക്കും. കാരണം തരിതരി പോലത്തുള്ളൊരു മണിമണി പോലത്തുള്ളൊരു ഇതുണ്ടായിരിക്കും ഇതിൽ. അപ്പോൾ കുറച്ചെടുത്താൽ തന്നെ നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ നമ്മൾ മസാജ് കൊടുക്കുന്ന പോലെ നമ്മളൊന്ന് ചെയ്യാം. നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കളയാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിൽ മണിമണി പോലത്തെ തരിതരി പോലത്തെ സാധനം ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്ത് പോവും. ഓക്കെ, ഡെയിലി ഒരു നേരം അങ്ങനെയുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് പുറത്ത് പോയി വരുന്ന ആൾക്കാർക്കാണ് ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കൂടുതലായിട്ട് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇത് 100 ml ബോട്ടിലാണ്. ഇത് ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് ഓൺലൈനിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ വരെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് വരെ ഞാൻ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും നോക്കിയിട്ടുണ്ടായിരുന്നു. അതുവരെ നോക്കിയപ്പോഴും ഇതിൻ്റെ ലിങ്ക് കാണുന്നില്ല കേട്ടോ. ഞാൻ മുന്നേയും പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോഴും കണ്ടിട്ടില്ല. ഡയറക്റ്റ് ഷോപ്പിൽ ഈ സംഭവം ഉണ്ട്, പക്ഷെ ഓൺലൈനിൽ ഇത് ഞാൻ കണ്ടിട്ടില്ല. അടിപൊളിയാണ് കേട്ടോ. ഇത് ഹിമാലയയുടേതാണ് കേട്ടോ. ഹിമാലയയുടെ ഒരു ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുന്ന ടൈപ്പ് ഫേസ് വാഷാണ് ഇത്. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ നിങ്ങൾക്ക് തരിതരി പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇല്ലേ, തരിതരി പോലത്തുള്ള ഐറ്റംസ് ആണ് ഇതിൽ കാണുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് കേട്ടോ. അടിപൊളിയാണ്. ഇപ്പോൾ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇതും തന്നെയാണ് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ നമ്മുടെ ഫേസിനും നമ്മൾ ബോഡിക്കും കൊടുക്കുന്ന കെയറിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല അല്ലേ.
ഇതിൻ്റെ പ്രൈസ് 149 100 ml 149 ഇതിൻ്റെ പ്രൈസ് കാണുന്നത്. ഇത് ഓൺലൈനിലാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഓൺലൈനിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കാണുന്നില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് വരുന്നത് നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ആണല്ലോ, ബോഡിക്ക് കൊടുക്കുന്ന മോയ്സ്ചറൈസറാണ് ഇത് ബോഡി ലോഷനാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഇല്ല, ഞാൻ കുറേ നോക്കിയിരുന്നു. ഇത് ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്, മാളിൽ പോയപ്പോൾ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കിട്ടിയിട്ടില്ല. എൻ്റെ കയ്യിൽ ലിങ്ക് ഉള്ളതിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് വാസലിൻ്റെ ഒരു ബോഡി ലോഷനാണ്, ഇൻറ്റൻസീവ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ. കൊക്കോ റേഡിയൻറ്റ് വിത്ത് പ്യുവർ കൊക്കോ ബട്ടർ പ്ലസ് വാസലിൻ ജെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഷോപ്പിൽ നിന്ന്. സംഭവം അടിപൊളിയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഡ്രൈ ടു നോർമൽ സ്കിന്നുകാർക്കാണ് ഇത് കൂടുതലായിട്ട് പറ്റുക. നല്ലൊരു മോയ്സ്ചറൈസിങ് ഫീൽ നമുക്ക് തരുന്നുണ്ട്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മെഴുക് പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ ഓയിലി അല്ല കേട്ടോ, ഓയിലി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓയിലി എന്ന് വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓയിലി ഫീൽ ചെയ്യുന്നപ്പം നമുക്ക് വാസലിൻ്റെ തന്നെ ജെല്ലി ടൈപ്പ് വരുന്നുണ്ടല്ലോ, അത് തേച്ച് കഴിഞ്ഞാൽ ഓയിലി ടച്ചാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാം. അല്ല ഒരു നോർമൽ ടു കുഴപ്പമില്ലാത്തൊരു ഡ്രൈ സ്കിന്നാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അടിപൊളിയാണ്, നല്ലൊരു മോയ്സ്ചറൈസിങ് ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ലിങ്ക് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ലിങ്ക് കൊടുക്കുന്നില്ല. വാസലിൻ്റേതാണ് കേട്ടോ. ഇതൊരു നോർമൽ ടു ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയാം. അപ്പോൾ ബോഡിയിൽ നമ്മൾ കെയർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീന് നമ്മുടെ ബോഡിയിലും കൂടി അപ്ലൈ ചെയ്യണുണ്ട്. ബോഡിയിൽ എന്ന് വെച്ചാൽ ഫുള്ളായിട്ടല്ല, ഡ്രസ്സ് മറിയാത്തതായിട്ട് എവിടെയൊക്കെയാണ്. ഇപ്പം നമ്മുടെ കാൽപാദമാണെന്നുണ്ടെങ്കിലും കൈയിൻ്റെ ഇത്ര പോകുന്ന സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്കിൽ നമ്മൾ ഡ്രസ്സ് മറിയാത്തായിട്ടുള്ള ഭാഗത്തൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് തന്നെയാണ് നമ്മുടെ സ്കിൻ പ്രൊട്ടക്ഷൻ, ബോഡി പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫേസിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷനാണ് നെക്സ്റ്റ് നമുക്ക് വരുന്നതല്ലോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഫേസൊക്കെ ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ. ഇതൊരു ബഞ്ചാറാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബഞ്ചാറാസ് കറക്റ്റ് പ്രൊണൗൺസ് ആണോ എനിക്ക് അറിയില്ല, ഒരു റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്യുവർലി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് യൂസ് ചെയ്യാവും നല്ലത്. റോസ് വാട്ടറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല എന്നറിയാം. നമ്മുടെ ഹെയറിന് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. പക്ഷെ ഒക്കെ നല്ല പ്യുവർലി എന്താ പറയുക, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് പ്യുവർ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന രീതികൾ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. നല്ല ഒറിജിനൽ ഫ്ലവറൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. റോസ് വാട്ടറിന് അല്ലെങ്കിൽ പനിനീറിന് ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാനില്ല, ഒന്നുകൂടെ വീഡിയോ ലെങ്ത് ആവും. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ തന്നെ വീഡിയോ ഞാൻ ചെയ്യാം, പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ടോണറായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു റോസ് വാട്ടർ ആണ്. അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ്. ഇത് എത്രയോ 30 ഒറ്റയുള്ളൂ. 30 ഇതിന് വരുന്നത് കേട്ടോ. ഇത് എത്രയുടെയാണ്? 60 ml ആണ്. 60 ml 30. അപ്പോൾ ഞാൻ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്കങ്ങനെ നല്ല റേറ്റിൻ്റെ നല്ല റോസ് വാട്ടർ ഉണ്ട് കേട്ടോ, ടോണറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ അത് 200 സംതിങ് ഒക്കെ വരുന്നുണ്ട് ചെറിയ ബോട്ടിലിന്. അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എസൻസ് ആവാനാണ് ചാൻസ്. അതിൽ സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഇട്ടിട്ടുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ബ്രൈറ്റൻ ആവുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നല്ല നമ്മളത് ഡെയിലി യൂസ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്തിട്ട്, കാരണം ബോട്ടിൽ തീർന്നു. ഇതെനിക്ക് ഓൺലൈനിൽ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ എന്ന് വെച്ചാൽ ഞാൻ നൈക്കിൽ മാത്രമേ ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ളൂ. ആമസോണിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇത് ഡയറക്റ്റ് ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. സിറംസ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല.
ഇനിയിപ്പോൾ കാരണം സിറംസ് ഒക്കെ തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ വാങ്ങണം. കാരണം നമ്മളതിനുള്ള ക്യാഷ് കാണണമല്ലോ. കുറച്ച് നാളത്തേക്ക് നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാനുണ്ടായിരുന്നു. സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഏറ്റവും എന്താ പറയുക, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് അതിനായിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ്. എന്തായാലും ഞാൻ പുറത്തിറങ്ങാത്തത് കൊണ്ട് എനിക്ക് വലിയ വിഷയമല്ല. കാരണം നമ്മുടെ ഫേസ് ഒന്നും അധികം ഡാമേജ് ആവുന്നില്ലല്ലോ. ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, അത്യാവശ്യം ഫുഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നട്ട്സ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അത്യാവശ്യം കൂടുതൽ ഇതിന് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായി ഒരു കണക്ക് വെച്ച് നമ്മൾ കുടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ശരീരത്തിന് നല്ല രീതിയിൽ വെള്ളം വേണം. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ദാഹിക്കുന്നുണ്ട്. എന്നാൽ ചില ടൈമിൽ തീരും ദാഹിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നമുക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ കുടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിന്നിന് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് നമ്മുടെ യൂറിനിലൂടെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ദാഹം തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ലോണം ദാഹം തോന്നുന്ന ടൈമാണെങ്കിൽ നമുക്ക് ആ ടൈമിൽ അന്നത്തെ ദിവസം നമുക്ക് നല്ലോണം വെള്ളം ആവശ്യമാണെന്നാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് നല്ലോണം വെള്ളം കുടിക്കും. വെള്ളം ആവശ്യമില്ലാത്ത ടൈമിൽ ഞാൻ കുടിക്കാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ നല്ലോണം വെള്ളം കുടിച്ചിരുന്നു. അതൊക്കെ അനാവശ്യമാണ്. ഓക്കെ, നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം നമ്മുടെ ബോഡിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് അനാവശ്യമായിട്ട് വെറുതെ നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കളയാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ അത് ചെയ്യരുത്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു ടോണറായിട്ട് ഞാൻ ഈ ഒരു റോസ് വാട്ടറാണ് ഞാൻ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കുറേ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തതിലൊക്കെ ഞാൻ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് അൺഡ്രൈ സെറമാണ് കേട്ടോ. വാദിയുടെ അൺഡ്രൈ സെറമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് 5% കഫെയിൻ അതുപോലെ തന്നെ പ്ലസ് റിറ്റനോൾ, ഹൈലറോണിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു അൺഡ്രൈ സെറമാണ്. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നോർമൽ ആക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഡാർക്ക്നെസ് ഡാർക്ക്നെസ് കളയുക എന്നുള്ളതിനുപരി ഇത് ഡാർക്ക്നെസ് ഇല്ലാതാക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മാത്രമല്ല pH ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റും. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് സൺ ടാൻ ഒക്കെ അടിക്കുന്ന ഒരു ഭാഗമാണ്. ഇത് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ പോരാ, അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് സൺ ടാൻ അടിക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 2-3 ഡ്രോപ്സ് ആണ് ഞാൻ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കുറച്ചെടുക്കും. ഈ ഒരു മോതിരവിരൽ വെച്ചിട്ടാണ് സർക്കുലർ പോർഷനിൽ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. നമ്മൾ അമർത്തിയൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ അബ്സോർവ് ചെയ്യാൻ വെക്കുക. അതാണ് ഇതിൽ ചെയ്യേണ്ടത്. നമ്മൾ ഡെയിലി 2 നേരം യൂസ് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഇതും ബോട്ടിൽ തീർന്നിട്ട് കുറച്ച് നാളായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. എനിക്കിതൊക്കെ നല്ല അത്യാവശ്യമാണ്. കാരണം ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ്, ദെൻ ഉറക്കക്കുറവുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ നമ്മുടെ അൺഡ്രൈ ചുറ്റും ഡാർക്ക് സർക്കിൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അത് എടുത്തറിയുന്ന ആളാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് യൂസ് ചെയ്യലില്ല. ഇനി ഇതും ഓർഡർ ചെയ്യണം. ബോട്ടിലൊക്കെ തീർന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നത് ലോറിയൽ പാരിസിൻ്റെ ഈ ഒരു സെറാണ് കേട്ടോ. ഹൈലറോൺ സെറാണ്. 1.5% ഹൈലറോൺ സെറമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഇത് എൻ്റെ സ്കിന്നിന് സ്യൂട്ടല്ല. ഇത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഇത് ഏകദേശം ഒരു 30 ml ഒരു ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്തത്. 1 മാസത്തോളം ഞാനിത് യൂസ് ചെയ്തു. 1 മാസത്തിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 2 നേരം വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം ഒരു 2-3 ഡ്രോപ്സ് ഇവിടെ ആയിട്ടാണ് ഡ്രോപ്സ് ഞാൻ എടുത്തിട്ട് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുത്ത് അബ്സോർവ് ചെയ്യാൻ വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമലി സിറംസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ എൻ്റെ സ്കിന്നിന് എന്തുകൊണ്ടോ ഇത് ഓക്കെ അല്ല. കുരുക്കൾ വരുന്നുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്ത ടൈമിൽ നല്ല രീതിയിൽ കുരുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ബോട്ടിൽ കഴിയുന്ന വരെ ഞാൻ വിചാരിച്ചിപ്പോൾ 1 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും എന്ന് വിചാരിച്ചാൽ 1 മാസത്തോടെ ഈ ബോട്ടിൽ കഴിയണ വരെ ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഒരു ചേഞ്ചസും ഇതിൽ നിന്ന് എനിക്ക് വലിയൊരു മാറ്റമില്ല. പിമ്പിൾസ് വരിക എന്നുള്ളതല്ലാണ്ട് ഈ കുരുക്കൾ നിറയാന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും എനിക്കൊരു മാറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇത് യൂസ് ചെയ്തിട്ട്. പക്ഷെ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. പക്ഷെ എനിക്കിത് ആപ്റ്റ് അല്ല. ഓക്കെ, എനിക്കിത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനത് യൂസ് ചെയ്യലില്ല. ഞാൻ നിർത്തി. വേണമെങ്കിൽ ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ദെൻ പിന്നെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ
അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ആക്കുന്നതാണ്. ഇതും തീർന്നു, ഒരു തുണ്ടം കൂടിയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, തുണ്ടം കൂടിയുള്ളൂ. ഇത് ലാക്മേയുടെ വിറ്റമിൻ സി സെറം ആണ് കേട്ടോ. ലാക്മേയുടെ വിറ്റമിൻ സി സെറം 98% പ്യുവർ വിറ്റമിൻ സി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറമാണ് ഇത് അടിപൊളി. ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എനിക്ക് എൻ്റെ ഫേസ് ബ്രൈറ്റൻ ചെയ്ത് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ഓറഞ്ചാണ്. ഓറഞ്ച് എനിക്ക് ഈ ഒരു ബോട്ടിൽ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഇത് എനിക്ക് തോന്നുന്നു ലാക്മേയുടെ പ്രൊഡക്ട്സ് ഞാൻ എപ്പോൾ എടുത്താലും എനിക്ക് പണി കിട്ടാറുണ്ട്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ലിപ്സ്റ്റിക്ക്, ഞാൻ പർച്ചേസ് ചെയ്ത് നല്ല ലിപ്സ്റ്റിക് ഉണ്ടാവുമായിരിക്കും കേട്ടോ, പക്ഷെ ഞാൻ പർച്ചേസ് ചെയ്ത് എനിക്ക് പണി കിട്ടി, നല്ല ഡാർക്കനാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ എന്തായിരുന്നു, പിന്നെ ഐലൈനർ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് വിചാരിച്ച് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്, എനിക്ക് പണി കിട്ടി. ലാക്മേയുടെ പ്രൊഡക്ട്സിനോട് എനിക്ക് താല്പര്യം ഇല്ലാണ്ടായി തുടങ്ങി കേട്ടോ. പക്ഷേ ഇത് ഞാൻ എനിക്ക് വിറ്റമിൻ സിയുടെ pH ടെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വിറ്റമിൻ സി സെറംസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു ചെറിയ ബോട്ടിൽ, ഇത് 30 ml ആണെന്ന് തോന്നുന്നു, 30 ml, ഞാൻ 15 ml ഒരു ബോട്ടിൽ ഫസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തു. പിന്നെ വേറെയും കുറച്ച് സെറംസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബോട്ടിൽസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ഡാംഡോക്കിൻ്റെ, എം കഫേൻ്റെ, അതുപോലെ തന്നെ ഇത് എന്താ പറയുക, നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ, അതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഞാൻ ഇത് pH ലെവൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ കമൻറ്റ് ബേസ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പർച്ചേസ് ചെയ്തതാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭംഗി കണ്ടിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ് അതിന് വേണ്ടിയിട്ട്. സംഭവം ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പ് ആണ് ഞാനിത് ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് നല്ല ചേഞ്ചസ് ഫീൽ ചെയ്തു. പക്ഷേ ഇതിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് നല്ല രീതിയിൽ കാണണം. കാരണം ഇത് അധികം നിൽക്കുന്നില്ല, ഇത് പെട്ടെന്ന് തീരുന്നുണ്ട്. ഇത് 1 മാസം പോലും നിൽക്കുന്നില്ല. ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് മേടിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു മൊത്തം മൂന്നാമത്തെ പ്രൊഡക്റ്റ്. കാരണം അത് ഞാനൊരു 15 ml ബോട്ടിലാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഒരു 30 ml മേടിച്ചു. ദെൻ ഇത് മൂന്നാമത്തതാണ്. ഇനി ഇതും തീർന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തതെന്ന്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റ് നല്ല രീതിയിൽ നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്, പക്ഷെ പെട്ടെന്ന് തീരുന്നുണ്ട്. ഇത് 1 മാസം 2 നേരം, ഞാനിത് 2 നേരം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെയും വൈകിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 2 നേരം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പൊട്ടും. 1 മാസം പോലും തികച്ച് നിൽക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. നമ്മളൊരു 3 ഡ്രോപ്പാണ് എടുക്കുന്നത്, കവിളത്തും ദെൻ നെറ്റിയിലുമായിട്ട് 3 ഡ്രോപ്പേ നമ്മൾ ഒറ്റിച്ച് നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത്, നിങ്ങൾ നെറ്റിൽ മാത്രം അപ്ലൈ ചെയ്ത് കിടക്കുക. ഓക്കെ, നമ്മൾ സ്കിൻ കെയറിൽ നെറ്റിൽ മാത്രം ഇത് ഉൾപ്പെടുത്തുക. എന്നിട്ട് മോർണിംഗ് സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തണ്ട. ഡെയിലി ഒരു പ്രാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതാവും നല്ലത്. പക്ഷെ ഞാൻ 2 നേരം ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയത്. 1 നേരം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ലൊരു ചേഞ്ചസ് എനിക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് കേട്ടോ. നല്ലൊരു വിറ്റമിൻ സി സെറാണ്. എനിക്കിത് എന്തായാലും വാങ്ങണം. നമ്മൾ ക്യാഷിൻ്റെ ഒരു കാര്യം ആലോചിച്ചിട്ട് മാത്രമാണ് ഇങ്ങനെ പെൻഡിങ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയാം, ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാം. ഓക്കെ, 30 ml ഈ ഒരു ബോട്ടിലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്, ഒറിജിനൽ പ്രൈസ് 649 10% ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 584. ഓക്കെ, ഞാൻ അന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള 500 സംതിങ്ങിനാണ്. 584 ഇതിന് ഇപ്പോൾ ഓഫർ പ്രൈസ് ആയിട്ട് കാണുന്നത്. അപ്പം അത്രയും റേറ്റ് ഉണ്ട്. 1 മാസം പോലും നമുക്ക് നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്കത് അഫോർഡ് ചെയ്യാൻ ചാൻസ് കുറവാണെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല അല്ലേ, വാദിയുടെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. വാദിയുടെ അണ്ടർ ഐ സെറത്തിൻ്റെ റേറ്റ് 30 ml ആണ് ഇതും വന്നിട്ടുള്ളത്. 690 ഇതിനും വരുന്നത്. പക്ഷേ ഇത് അത്യാവശ്യം നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ കണ്ണിന് ചുറ്റും മാത്രമല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ, അധികം ഒന്നും വരുന്നില്ലല്ലോ. ഒരു 2 മന്ത്സിനടുത്തെങ്കിലും നമുക്ക് എന്തായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് 690 ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ലോറിയൽ പാരീസിൻ്റെ പ്രൈസും ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ പ്രൈസ് നല്ല കൂടുതലാണ് കേട്ടോ.
ഇത് 30 ml വന്നിട്ടുള്ളത് 849. പക്ഷെ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഒരു മാസത്തിൽ കൂടുതൽ എന്തായാലും നിൽക്കുന്നുണ്ട്. 849 ഇതിന്റെ പ്രൈസ് വരുന്നുണ്ട്. എൻ്റെ ക്യാഷ് വെറുതെ പോയി എന്ന് പറയാം. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. നിങ്ങൾക്ക് ഇതിന് റിസൾട്ടുള്ള ഒത്തിരി പേരുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല കറക്റ്റായിട്ട് ഇത് തന്നെയാണോന്ന് അറിയില്ല. ഞാൻ ഏതൊക്കെയോ കണ്ടിട്ടുണ്ട്. ഹൈലറോണിക് ആസിഡിൻ്റെത് അങ്ങനെ കണ്ടിട്ടൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തതാണിത്. പക്ഷെ എനിക്ക് വലിയ ഓക്കെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊക്കെ ഹെയർ ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, എൻ്റെ ഫേസിൽ നല്ല ഹെയർ വരാറുണ്ട് കേട്ടോ. എനിക്ക് മീശയൊക്കെ നല്ല രീതിയിലുണ്ട്. ഫേസിലൊക്കെ നല്ല ഹെയർ ഉള്ള ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ്. ഇപ്പം എനിക്ക് പെരുകാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെരുകൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫേഷ്യൽ റേസർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ 2 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കാർമെസിയുടെ അതുപോലെ തന്നെ സിറോണ. ഈ 2 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ 2ാമത്തെ ബോട്ടിലാണ് വാങ്ങണേ കേട്ടോ. ഒരെണ്ണത്തിൽ 3 ഉണ്ട്. ഇതിൽ 3 ഉണ്ട് എന്ന് വെച്ചാൽ ഇതടക്കം 3 ഉണ്ട്. ഇതിലും 3 സെറ്റിൻ്റെ തന്നെ 3 ആണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഒരൊറ്റ പ്രാവശ്യം ഈ ഒരു സെറ്റ് മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഇത് പർച്ചേസ് ചെയ്തോട് കൂടിയിട്ട് എനിക്ക് താല്പര്യമില്ലാണ്ടായി. കാർമെസിയുടേത് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അതെന്തോ ഞാൻ കൂടുതൽ റീയൂസിങ് പ്രതീക്ഷിച്ചിട്ട് നിങ്ങളിത് പർച്ചേസ് ചെയ്യണ്ട. നമുക്ക് ബ്ലേഡ് ഒന്നും എനിക്ക് വലിയ ഒരു ഇത് ഫീൽ ചെയ്യുന്നില്ല. 1 2 3 എന്നുള്ള രീതിക്കൊക്കെ നമ്മളിങ്ങനെ ചെയ്തോട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട വരും. അത് നമ്മുടെ സ്കിന്നിന് പ്രശ്നമാണ്. ഫസ്റ്റ് ടൈം നമുക്ക് അത് വന്നോളണമെന്നില്ല. പക്ഷെ 2 3 യൂസൊക്കെ ആകുമ്പോഴേക്കും അങ്ങനെയാണ്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റിയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്കിത് നല്ല ലാഭം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്കിത് അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്താലും എനിക്ക് അത്യാവശ്യം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഹെയർ വരുന്നത്, കുറച്ച് ദിവസം. പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം മുതലേ ഹെയർ വീണ്ടും വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം ബ്ലേഡൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഹെയർ ഗ്രോ ചെയ്യൂലോ, അതുപോലൊരു ഫീൽ എനിക്കിതിന് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് കുഴപ്പമില്ലാണ്ട് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അതുവരെയൊക്കെ നിൽക്കുന്നുണ്ട്. എന്നിട്ടാണ് നമുക്കൊന്ന് വരുന്നത്. മാത്രമല്ല അത് പെട്ടെന്ന് നമുക്ക് ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്താൽ മതി, സെറ്റാണ് കേട്ടോ. നമ്മൾ ഹെയർ റിമൂവ് ആയി വരും. അത്യാവശ്യം റീയൂസ് ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ സിറോണയുടെ യൂസ് ചെയ്യാവും ബെറ്റർ. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞാൻ പർച്ചേസ് ചെയ്യത്തുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 3 എണ്ണത്തിന് വരുന്നത് 195 ഓഫർ പ്രൈസ് നൈക്കയിൽ കേട്ടോ. 195. 275 ഒറിജിനൽ പ്രൈസ്. 195 ഇത് ഞാൻ പർച്ചേസ് ചെയ്തത്. നല്ല ഓഫർ ഉണ്ട് കേട്ടോ. 29% ഓഫർ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫേഷ്യൽ റേസറാണ് ഇത്. ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ്. സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാൻ പല പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഓരോ വീഡിയോ ചെയ്യും, സ്കിൻ കെയറിൻ്റെയൊക്കെ വീഡിയോ ചെയ്തതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഇത്. മോയ്സ്ചറൈസിങ് ക്രീം ഡ്രൈ ടു നോർമൽ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ എന്നിവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാരുടേത് നോക്കിയിട്ട് നിങ്ങൾ ഡോക്ടറുടെ അനുവാദത്തോടു കൂടി മാത്രം ഏതൊരു ക്രീമും ഏതൊരു മോയ്സ്ചറൈസർ ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ എന്തും യൂസ് ചെയ്യാവൂ കേട്ടോ. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു. അപ്പോൾ ഇത് ഡ്രൈ ടു നോർമൽ, എൻ്റെ ഡ്രൈ ടു നോർമൽ സ്കിന്നാണ് നമുക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ ഇത് 250 ഗ്രാമാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത്. ഇത് ഇപ്പോൾ ഒരു 3 മാസത്തിൽ കൂടുതലായി ഞാനിത് യൂസ് ചെയ്യണം. ഇതിൻ്റെ ഗുണം എന്ന് പറയാൻ എനിക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് ഫീൽ എനിക്ക് തരുന്നുണ്ട്. അതും ഞാൻ മോർണിംഗ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഈവനിങ് വരെ നല്ല രീതിയിൽ മോയ്സ്ചറൈസിങ് ഫീൽ തരുന്നുണ്ട് കേട്ടോ. ഈ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് സ്മെൽ ഫ്രീ ആണ്, സ്മെല്ലില്ല. കെമിക്കൽ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സിൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കെമിക്കൽ ഫ്രീ എന്നൊന്നും ഒരു പ്രൊഡക്റ്റിനും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഉള്ളതിൽ നല്ലൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈസ് ഇതിന് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു ക്വാണ്ടിറ്റി 250 ഗ്രാം ക്വാണ്ടിറ്റി 6 മാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം തന്നെ ഞാൻ 4 മാസത്തിനടുത്ത് 3 മാസത്തിന് മുകളിൽ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടും ഇനിയും ബാക്കിയാണ്, ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഫുൾ വൈറ്റ്, ബോട്ടിലും വൈറ്റാണ്, ദെൻ ഉള്ളിലുള്ള ക്രീമും വൈറ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇഷ്ടം പോലെ ഇനിയും കിടക്കുക, പകുതി ഇനിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ 6 മാസത്തിൽ കൂടുതൽ എന്തായാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളി മോയ്സ്ചറൈസിങ്
ക്രീമാണ് കേട്ടോ. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. സ്മെൽ ഫ്രീ ആണ്, കളർ ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഞാനിപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല മോയ്സ്ചറൈസർ ഏതാണ്, സൺസ്ക്രീൻ ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്ക് മോയ്സ്ചറൈസർ ആരോടും ഞാൻ പറയുന്നത് ഇതാണ്, ഇത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സെറ്റഫിലിൻ്റെ ഇത് കുറച്ച് പ്രൈസ് നമ്മളിതിന് കാണണമെന്നേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല നമുക്ക് ലോങ് ടൈം യൂസൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ക്വാണ്ടിറ്റി നമുക്കിതിന് തരുന്നുണ്ട്. കുറേ ഒന്നും വാരിപ്പൊത്തി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. തൊണ്ടെടുത്ത് നമ്മളൊന്നും 3 സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടൊന്ന് ചെയ്ത് അത്യാവശ്യം നല്ല മോയ്സ്ചറൈസിങ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 250 ഗ്രാമിന് 1282 കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് കേട്ടോ 1282. 250 ഗ്രാമിൻ്റെ ഈ ഒരു ബോട്ടിലിന് വരുന്നുണ്ട്. 80 ഗ്രാമിൻ്റെ ഉണ്ട്. 80 ഗ്രാമിൻ്റെ ആകുമ്പോൾ 585 വരുന്നുണ്ട്. അതിനേക്കാൾ ലാഭം എനിക്ക് ഫീൽ ചെയ്യുന്നത് 250 ഗ്രാമിൻ്റെ. കാരണം വെറും 80 ഗ്രാമിന് 585 വരുന്നുണ്ട്. അപ്പോൾ 250-ന് 1282 വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഇത് വാങ്ങുക. ഇത് 6 മാസത്തിന് കൂടുതൽ എന്തായാലും നിങ്ങൾക്ക് നിൽക്കും. ഓക്കെ, ഇല്ലേ നമുക്ക് ഇതിനും ലാഭം ഉണ്ട് 450 ഗ്രാം. ഇതിലും ലാഭം 450 ഗ്രാമിൻ്റെ വാങ്ങണത് തന്നെയാണ്. 450 ഗ്രാമിന് വരുന്നത് 1583 വരുന്നുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ നോക്കി ക്യാഷ് ഉള്ള ടൈമിൽ നിങ്ങൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങുകയാണെങ്കിൽ ക്യാഷ് ഉള്ള ടൈമിൽ തന്നെ പർച്ചേസ് ചെയ്യുക. പക്ഷെ അത് നല്ല ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സാധനങ്ങളായിരിക്കണം. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കിൻ കെയറിൽ ക്യാഷ് ലാഭിക്കാം. ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ 3 മാസം മുമ്പ് മേടിച്ചതാണ്. 3-4 മാസത്തേക്ക് എനിക്ക് ക്യാഷ് ഇനി നോക്കേണ്ട ആവശ്യമില്ല, സെറം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. ദെൻ ഇതെനിക്ക് 6 മാസത്തേക്ക് ഇതിനൊരു ക്യാഷ് എനിക്ക് കാണണ്ട. അതുപോലെ തന്നെ സോപ്പ്, അതുപോലെ ബോഡി വാഷൊക്കെ 6 മാസത്തേക്ക് കൂടുതൽ എനിക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം എൻ്റെ കയ്യിൽ അതുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ ഫസ്റ്റ് ടൈം നമ്മൾ കുറച്ച് ക്യാഷ് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ നമുക്ക് അതൊക്കെ മേടിച്ചാൽ മതി. പിന്നെ സെറത്തിനൊക്കെയാണ് നമ്മൾ ക്യാഷ് ഒരു 2 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഓരോ മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് കാണണ്ടുള്ളൂ. അപ്പോൾ സെറം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. വിറ്റമിൻ സി സെറം യൂസ് ചെയ്താൽ നല്ലതാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക, ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡാർക്ക് സ്പോട്ട് ഉണ്ട്, അപ്പോൾ കോജിക് ആസിഡ് വേണം, നിയാസിനമൈഡ് വേണം എന്നൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് വാങ്ങിയാൽ മതി. എനിക്ക് പിന്നെ ആ വക ഇഷ്യൂസ് ഒന്നുമില്ല, അങ്ങനെ പാടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കുരു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിക്കണ ശീലമുണ്ട്. അപ്പോൾ ആ കുരു വന്ന് പൊട്ടിച്ച ആ ഒരു ഭാഗത്ത് പാടുണ്ടാവാറുണ്ട്. അപ്പോൾ അത് കളയാൻ ഞാൻ ഒരിടയ്ക്ക് നിയാസിനമൈഡിൻ്റെ ഒരു സിറം, അത് എനിക്ക് തോന്നുന്നു ഡാംഡോക്കിൻ്റെ സിറമാണെന്ന് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തത്. ഡാംഡോക്കിൻ്റെ അതാണ് ഞാൻ നിയാസിനമൈഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് യൂസ് ചെയ്തത് കൊണ്ട് എൻ്റെ അതൊക്കെ പോയി കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ പൊട്ടിക്കലൊക്കെ കുറവാണ്, പിന്നെ കുരുക്കൾ വരവും കുറവാണ്. ഇപ്പോഴാണ് എൻ്റെ മുഖത്തൊന്ന് പഠിപ്പിച്ച് ഞാൻ മേക്കപ്പ് ഇട്ടത് കൊണ്ടും സ്കിൻ കെയർ ഒന്ന് ലാഗ് വരുത്തിയത് കൊണ്ടുമാണ് എനിക്കിപ്പോൾ ഇങ്ങനെ വന്നത്. ഇപ്പോൾ കുരുക്കൾ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പൊട്ടിക്കലും കുറവാണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല കുരുക്കളൊക്കെ ഉണ്ടെന്ന് കോജിക് ആസിഡോ നിങ്ങൾക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യാം. അതിനൊക്കെയാണ് നമുക്കൊന്ന് കാശ് കാണണ്ടുള്ളൂ. അല്ലാണ്ട് ഈ വക സൺസ്ക്രീനോ മോയ്സ്ചറൈസറിനോ സോപ്പിനോ ബോഡി ലോഷനൊന്നും നമുക്ക് അതിന് മാത്രം ക്യാഷ് ഒന്നും കാണണ്ട. ഫസ്റ്റ് ടൈം കാണുന്ന 6 മാസത്തോളം നമുക്കത് ഓടും. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വാങ്ങുന്ന ക്വാണ്ടിറ്റിയിലും പ്രൈസിലും ഒന്ന് ശ്രദ്ധിച്ച് പ്രൊഡക്റ്റൊക്കെ നോക്കി മേടിച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് സൺസ്ക്രീൻ ആണ് കേട്ടോ. സൺസ്ക്രീൻ ഒരു ബോട്ടിൽ തീരാനായിട്ടുണ്ട്, കുറച്ചും കൂടി ഉള്ളൂ. ഞാൻ എക്സ്ട്രാ മേടിച്ച് കൈ വെച്ചിട്ടുണ്ട്, കാരണം അത്യാവശ്യമുള്ള കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഡോണ്ട് ആൻഡ് കെയുടെ ഒരു സൺസ്ക്രീൻ ആണ്, ഓറഞ്ചിൻ്റെ സൺസ്ക്രീൻ ആണ് ഞാൻ വാങ്ങാറുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നെയ്ക്കയിൽ അത് അവൈലബിൾ അല്ലാന്ന് തോന്നുന്നുണ്ട്. സ്റ്റോക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ സ്റ്റോക്കൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. സംഭവം അടിപൊളിയാണ്. ഇത് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഞാൻ ഒരു ദിവസം 2 നേരം വീട്ടിലിരിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും 2 നേരം യൂസ് ചെയ്യും. പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ സൺടൈൻ ഒന്നും സൂര്യൻ്റെ വെയിലൊന്നും നമ്മൾ ഡയറക്റ്റ് തട്ടുന്നില്ലല്ലോ വീട്ടിലിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ. പുറത്ത് പോകുമ്പോഴാണ് തട്ടുന്നത്. പുറത്ത് പോകുമ്പോൾ അപ്പം നമ്മൾ 2 മണിക്കൂറാണ് ഇതിൻ്റെ ഒരു ഇതുണ്ടാവുക, എഫക്റ്റ് നിൽക്കുന്നത്. അപ്പോൾ 2 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് SPF 50 PA+++++, 4+ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ വിറ്റമിൻ C+
ഈ അടങ്ങിയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് ഇത്. UV പ്രൊട്ടക്ഷനോട് കൂടി തന്നെ ഇത് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷനും കൂടി ഉള്ളൊരു സൺസ്ക്രീനാണ്. ഇത് 80 ഗ്രാമാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള. 500 സംതിങ് വരുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് കറക്റ്റ് പ്രൈസ് പറയാം കേട്ടോ. പക്ഷേ ഇത് 3 മാസത്തിനടുത്ത് ഇത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം നിൽക്കുന്നുണ്ട് 3 മാസത്തിനടുത്ത്. ഞാൻ വീട്ടിലിരിക്കുന്ന ആളാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതാ പറയുന്നത്, ഞാൻ വീട്ടിലിരിക്കുന്ന ആളാണ്. പുറത്ത് പോക്ക് ഭയങ്കര കുറവാണ്. അപ്പം ഞാൻ 2 നേരം, ഒരു ദിവസം 2 നേരം എന്നുള്ള കണക്കിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് 3 മാസത്തോളം എനിക്കിത് നിൽക്കുന്നുണ്ട്. ഈ ഒരു 80 ഗ്രാമിൻ്റെ ബോട്ടിൽ നിൽക്കുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ക്രീമി ടെക്സ്ചർ ആണ്, ഒരു എന്താ പറയുക, ഒരു മിൽക്കി ടെക്സ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു ടൈപ്പാണ്. കണ്ടോ, ഇങ്ങനെ ഒലിച്ചു പോകുന്ന ടൈപ്പാണ്. നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് അബ്സോർവ് ആവും നമ്മുടെ സ്കിന്നിൽ. കുറേ നമ്മളിങ്ങനെ വെച്ച് തേക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, പെട്ടെന്ന് തന്നെ അത് അബ്സോർവ് ആയിട്ടുണ്ടാവും. നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. നല്ല ഒരു UV പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ ആവർത്തിച്ച് വാങ്ങുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല, നമുക്ക് എരിച്ചിലൊന്നുമില്ല. ചില സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ ഒരു പുകയണ പോലെ, കണ്ണിന്ന് വെള്ളം വരുന്ന പോലെ കണ്ണ് നീറും. മനസ്സിലായി? കണ്ണിലാവണ്ട, പക്ഷെ കണ്ണിന് ചുറ്റോറുണ്ടല്ലോ. അപ്പോൾ അത് കണ്ണിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രൊഡക്ട്സും കണ്ണിന് ഉള്ളിലേക്ക് ആവാണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. സൺസ്ക്രീനൊന്നും തീരാവരുത്. അപ്പോൾ കണ്ണിലാവേണ്ട ആവശ്യമില്ല, പക്ഷെ ചുറ്റോറാവുമ്പോഴേക്കും ഒരു നീറ്റലൊക്കെ വരും, ഒരു എരിച്ചിലൊക്കെ വന്ന് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന സിറ്റുവേഷൻസ് ചില സൺസ്ക്രീനിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിൽ ആ ഒരു ഇഷ്യൂ വരുന്നില്ല, കണ്ണിനൊന്നും വെള്ളം വരുന്നില്ല. അതും ഇതിൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റിയാണ് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിന് കേടാണ്, നമ്മുടെ സ്കിൻ ടാൻ അടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ, വീട്ടിലെ ലൈറ്റിൻ്റെ വെളിച്ചത്തിലൊക്കെ നമ്മൾ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ ടാൻ അടിക്കാം. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെയും വൈകിട്ടും ഞാൻ സൺസ്ക്രീൻ ഫേസ് ക്ലീൻ ചെയ്തിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒഴിവാക്കാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് 2 നേരം അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്മെൽ ഫ്രീ ആണ് കേട്ടോ. ഇത് സ്മെൽ ഫ്രീ ആണ്. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി ഉണ്ട്, സ്മെൽ ഫ്രീ ആയിട്ടുള്ളതാണ്. സ്മെല്ലേ ഇല്ല സംഭവം. കണ്ടോ, നല്ലൊരു ഒരു ഗ്ലൈസിങ് ഒക്കെ കിട്ടുന്നുണ്ട്, നല്ല ഗ്ലോ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു തിളക്കമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സംഭവം അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിതിപ്പോൾ 4ാമത്തെ ബോട്ടിലാണെന്ന് തോന്നുന്നുണ്ട്, 3ഓ 4ഓ ബോട്ടിലാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിന്നൊരു ചേഞ്ചസ് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ എന്നാ ചേഞ്ച് ആവാന്നുള്ള അറിയില്ല. എന്തായാലും ഇതെനിക്ക് അഫോർഡബിൾ പ്രൈസിന് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ലാണ്ട് 3 മാസത്തോളം നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ്, കറക്റ്റ് പ്രൈസ് ഞാൻ പറയാം. ഇത് 518, 80 ഗ്രാമിന് 518 കേട്ടോ. ഇത് വാങ്ങാണ്, 80 ഗ്രാമിൻ്റെ വാങ്ങാണ് ലാഭം. 50 ഗ്രാമിൻ്റെ ഉണ്ട്, അത് 396 വരുന്നുണ്ട്. അതിനേക്കാൾ ലാഭം 80 ഗ്രാം നോക്കി വാങ്ങുന്നത് തന്നെയാണ് കേട്ടോ. 2 മാസത്തേക്ക് കൂടുതൽ നിൽക്കും. ഇപ്പം നിങ്ങൾ പുറത്ത് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 മാസമെങ്കിലും നിൽക്കും. ഓക്കെ, അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക. പിന്നെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ടല്ല, നമ്മൾ യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ ഈ ഒരു 2 പോർഷനിലായിട്ട് ഇവിടെയും അതുപോലെ തന്നെ നെറ്റിയിലായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുക. ഈ ഒരു ക്വാണ്ടിറ്റി, ഒരു ഭാഗത്ത് ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ക്വാണ്ടിറ്റിയിലായിരിക്കണം നമ്മൾ ഫേസിൽ 2 ഭാഗത്തും നമ്മുടെ ഈ ഒരു നെറ്റിയിലും നമ്മൾ ആക്കി കൊടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഇതിൻ്റെ മേലെ നമ്മൾ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അടിപൊളിയാണ് സംഭവം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇത് പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർ എപ്പോഴും ശ്രദ്ധിക്കുക ഇതൊക്കെ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ എന്നുള്ളത് എനിക്ക് വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്. നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, കൂടുതൽ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല. സെൻസിറ്റീവ് സ്കിന്നുകാരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ലിപ് ബാമാണ് ഞാൻ കാണിച്ചു തരുന്നത്.
ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം, ഞാൻ യൂസ് ചെയ്തിരുന്ന ലിപ് ബാമുകൾ എന്ന് പറയാൻ, ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തിരുന്നത് എം കഫേൻ്റെ ഒരു ലിപ്പ് ഓയിലായിരുന്നു. ലിപ്പ് ഓയിൽ അത് മോയ്സ്ചറൈസർ, ഡാർക്ക്നെസ് കളയല്ല, നമ്മുടെ ലിപ്പിനെ ഡ്രൈ ആക്കാണ്ട് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും. ഞാൻ പിക്ചർ കൊടുക്കാം, എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ബോട്ടിലില്ല, ഞാനത് യൂസ് ചെയ്യില്ല ഇപ്പോൾ. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത അതാണ്. അത് സംഭവം ഞാൻ പറഞ്ഞല്ലോ, ഡാർക്ക്നെസ് ഒന്നും കളയൂല, പക്ഷെ നമ്മുടെ എന്താ പറയുക, ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും. നമ്മുടെ ലിപ്പ് ഒരു വാട്ടർ കണ്ടൻറ്റോടൊക്കെ കൂടിയിട്ട് അങ്ങനെ ചെയ്ത് വെക്കുന്ന ഒരു ടൈപ്പ് ലിപ്പ് ഓയിലാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്തത് എം കഫേൻ്റെ തന്നെ ചോക്കോ ലിപ് ബാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ സാധനമാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എനിക്കിഷ്ടമല്ല. ഇത് ഞാൻ എത്ര യൂസ് ചെയ്തിട്ടും എനിക്ക് ഡാർക്ക്നെസ്, ലിപ്പിലെ ഡാർക്ക്നെസ് ഒന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. പിഗ്മെൻറ്റേഷൻ ഒന്നും മാറ്റിയിട്ടില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരുമാതിരി നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റൂല. അത് എന്തോ വേറെ തന്നെ, നമ്മുടെ ലിപ്പ് ഒന്നുകൂടെ ലാക്കണാക്കണ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂസ് ചെയ്ത ടൈമിൽ കേട്ടോ എനിക്ക് വലിയ റിസൾട്ട് ഇതുകൊണ്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യാണ്ട് അങ്ങനെ തന്നെ വെച്ചേക്കുവാണ്. അത് ഞാൻ പറഞ്ഞത്, ഇനി വാങ്ങുന്ന ആൾക്കാർ നോക്കിയിട്ട് വാങ്ങുക. പക്ഷേ ഇതിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു കോഫിയുടെ, ഇത് ചോക്കോഡാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇത് കാണുന്നുണ്ടോ, എം കഫേൻ്റെ ചോക്കോഡതാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇത് ചോക്കോഡതല്ലാതെ തന്നെ കോഫിയുടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല. എന്തായാലും ഇത് ഞാൻ യൂസ് ചെയ്ത് നിർത്തി. 24 hours മോയ്സ്ചറൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ലിപ്പ് ഓയിൽ എന്ന് പറഞ്ഞത് ഇതാണ്. ഇതെനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു മോയ്സ്ചറൈസിങ് ഫീലൊക്കെ തരുന്നുണ്ട്. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്തതാണ്, പക്ഷെ ഡാർക്ക്നെസ് കളയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഹൈഫൻ്റെ ആണ്, ഈ ഒരു പച്ച. ഇത് ഞാൻ ഒരൊറ്റ കോംബോയില് മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ സൺസ്ക്രീന്, ദെൻ ഈ ഒരു ലിപ് ബാം. ഇത് SPF അടങ്ങിയിട്ടുള്ള, SPF 30 അടങ്ങിയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. പക്ഷേ എനിക്ക് ഇത് ഓക്കെ ആയി ഫീൽ ചെയ്തിട്ടില്ല. എനിക്കിത് യൂസ് ചെയ്യാനേ തോന്നുന്നില്ല. ഒരുമാതിരി സ്റ്റിക്കി ടൈപ്പ് ഒരു ലിപ് ബാം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഒരാഴ്ച പോലും ഞാൻ തികച്ച് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് യൂസ് ചെയ്യാൻ തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ റിസൾട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ യൂസ് ചെയ്തത് ഞാൻ കംഫർട്ടല്ല, അൺകംഫർട്ടാണിത് ഇതിൻ്റെ ടെക്സ്ചർ വെച്ച് നോക്കുമ്പോൾ കേട്ടോ. അതുകൊണ്ട് ഞാനത് ഓക്കെ അല്ല യൂസ് ചെയ്യാൻ. എന്തായാലും ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ SPF 13 ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലിപ് ബാം എന്ന് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കാം. പിന്നെ എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടിയിട്ടുള്ള അഫോർഡബിൾ പ്രൈസിന് നല്ല റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ലിപ് ബാമാണ് ഞാൻ അടുത്തായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഡി കാണുന്ന ഡി കൺസ്ട്രേറ്റിൻ്റെ ഒരു ലിപ് ബാമാണ് കേട്ടോ. സംഭവം SPF ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ലിപ് ബാമാണ്. 1% വിറ്റമിൻ C, അതുപോലെ തന്നെ SPF 30+ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. ഇത് നമുക്ക് പുറത്ത് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മുടെ ലിപ്പിന് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണിത്. അപ്പം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ, ലിപ്സ്റ്റിക്ക് ഇട്ടാലും ലിപ്സ്റ്റിക്ക് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ലിപ് ബാം എന്ന് പറയുന്നത്. അപ്പം നല്ലൊരു ലിപ് ബാം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിലെനിക്ക് അഫോർഡബിൾ പ്രൈസിന് എനിക്ക് നല്ലൊരു ലിപ് ബാം ആയിട്ട് ഈ ഒരു ഡി കൺസ്ട്രക്റ്റിൻ്റെ ഈ ഒരു ലിപ് ബാം ഫീൽ ചെയ്തു. ദെൻ പുറത്ത് പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ സൺടേൺ അടിക്കാൻ, സൺടേണിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഈ SPF 30+ ഉള്ളത് കൊണ്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ലിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. വീട്ടിലിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 193 ഇതിൻ്റെ പ്രൈസ് കേട്ടോ. 193 199 ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് കാണുന്നത്. ഡിസ്കൗണ്ട് 3%, 193 ഇത് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ഇത് 4 ഗ്രാമാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. 2 ആഴ്ചയിൽ എൻ്റെ റിസൾട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എനിക്ക് നല്ല രീതിയിൽ ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഭാഗം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. ഇനി ബാക്കിയുള്ളതാണ് പറയണത്. അത്യാവശ്യമുണ്ട്, കണ്ടോ.
ഇത്രയും ഭാഗം ഇനിയും കിടക്കുകയാണ്. ഞാൻ 2 ആഴ്ചയോളമായിട്ട് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 4 ഗ്രാമിൻ്റെ ഒരു ലിപ് ബാമാണ് ഇത്. 193 നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സംഭവം വേർത്താണ്, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ലിപ്പൊക്കെ ഡാർക്കനായിട്ടിരിക്കാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതുകൊണ്ട്, ലിപ്സ്റ്റിക്കിൽ മാറ്റ് ലിപ്സ്റ്റിക്കാണ് നമ്മുടെ ലിപ്പ് കൂടുതലായിട്ട് ഡാർക്കനാക്കുന്നത്. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ബ്രാൻഡ് അല്ലാണ്ട് കണ്ട ലിപ്സ്റ്റിക്കുകളൊക്കെ നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർന്നു. പോട്ടെ, ബ്രാൻഡുകളിൽ തന്നെ നമ്മുടെ ലിപ്പ് ഭയങ്കരമായിട്ട് ഡാർക്കനാക്കുന്ന ലിപ്സ്റ്റിക്കുകളുണ്ട്. അപ്പം നമ്മൾ നോക്കിയും കണ്ടും വാങ്ങാന്നുള്ളതാണ്. എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കൊക്കെ ഡാർക്ക്നെസ് ഒന്ന് കുറവുള്ള കുറച്ച് ലിപ്സ്റ്റിക്കുകൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതൊക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാസ്റ്റിങ്ങും കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിക്കുള്ള നല്ല ലിപ്സ്റ്റിക്കുകളാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ചാനലിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ലതാണ് എന്ന് വെച്ചാൽ ഡാർക്കനാക്കുന്നില്ല എന്നല്ല, മാക്സിമം കുറവ് പിഗ്മെൻറ്റേഷൻ കുറവായിട്ടുള്ള നല്ല ലിപ്സ്റ്റിക്കുകളാണ് ഞാൻ അതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കി വാങ്ങുക, ലിപ്സ്റ്റിക്ക് നോക്കി വാങ്ങുക. ലോക്കൽ ലിപ്സ്റ്റിക്കുകൾ വാങ്ങരുത്. കണ്ട 10-നും 20-നും ഒക്കെ കിട്ടുന്ന ലിപ്സ്റ്റിക്കുകളൊന്നും വാങ്ങരുത്. അതുപോലെ തന്നെ ബ്രാൻഡഡ് ലിപ്സ്റ്റിക്കുകളിൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ലിപ്പിനെ ഡാർക്കനാക്കുന്ന ലിപ്സ്റ്റിക്കുകളുണ്ട്. അതൊക്കെ നോക്കി വാങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. എൻ്റെ ഫ്രണ്ട് ബ്രാൻഡിൻ്റെ ഒന്നും നോക്കി വാങ്ങാത്തത് കൊണ്ട് ചുണ്ടിപ്പോൾ പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിക്ക് ആയിട്ടുണ്ട് ആളുടെ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ലിപ് ബാം അല്ല, ഒരു ഓയിൽമെൻ്റ് ഒറ്റാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് സ്കിൻ കെയറിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്മെല്ലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ആ സ്മെല്ലിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ 2 കാര്യങ്ങളാണ്. ഒന്നില്ലെങ്കിൽ ഇത്, അല്ലാന്നുണ്ടെങ്കിൽ ഇത്, ഏതെങ്കിലും ഒന്നിട്ട്. രണ്ടും ഒരുമിച്ചല്ല യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഖാദിന്ന് ഡയറക്റ്റ് പോയി മേടിക്കുന്നതാണ് കേട്ടോ. ഒരു പ്രത്യേക സ്മെല്ല്, ചന്ദനത്തിൻ്റെ ഒക്കെ നല്ല സ്മെല്ലാണ്. ഇത് പൗഡറാണ് കേട്ടോ. കഴിഞ്ഞു ബോട്ടിൽ കുറച്ചും കൂടി ഉള്ളൂ. പൗഡറാണ് ഇത്. നമുക്ക് നമ്മുടെ ഹെയറിലോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലൊക്കെ ആയിട്ട് നമുക്ക് തേക്കാം, അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചെടുത്തിട്ട്, പൗഡറാണ്, കുറച്ചെടുത്തിട്ട് നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹെയറിലൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല സ്മെല്ലാണ്, ചന്ദനത്തിൻ്റെ സ്മെല്ലാണ്. എനിക്ക് ഈ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് കേട്ടോ. എനിക്ക് തോന്നുന്നു 10 വർഷത്തോളം എന്തായാലും ആയിട്ടുണ്ട് ഞാൻ ഖാദിയിൽ തന്നെ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എല്ലാവർക്കും ഈ സ്മെല്ല് ഇഷ്ടപ്പെട്ടോളന്നില്ല. ഇത് ചന്ദനത്തിൻ്റെ ടൈപ്പ് സ്മെല്ലാണ്. ഇത് അത്തർ ടൈപ്പാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എഫക്റ്റ് ഡ്രസ്സിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലാണ്, നല്ല ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു സ്മെല്ല്. ഇത് ജവാദു എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒരു ചന്ദനത്തിൻ്റെ സ്മെല്ല് പോലെ തോന്നുന്നു, പക്ഷെ ചന്ദനല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജവാദു എന്ന് പറഞ്ഞിട്ടാണ് ഒരു ബോട്ടിൽ കിട്ടുക കേട്ടോ, ജവാദു. ഇത് ജവാദുവിൻ്റെ പൗഡർ. ദെൻ ഇതിൻ്റെ തന്നെ ജെല്ലി ടൈപ്പ് ഉണ്ട് കേട്ടോ. ജെല്ല് പോലെ ഉള്ളതും ഈ സെയിം ബോട്ടിലിൽ വരുന്നുണ്ട്. അത് പൗഡറിനെക്കാട്ടിലും നല്ലത് അതാണ് കേട്ടോ. ഈ സെയിം ബോട്ടിലിൽ വരുന്നത് നോക്കി വാങ്ങണം. അതുപോലെ തന്നെ ഖാദിയിൽ പോയാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ കേട്ടോ. ഖാദികളിൽ നോക്കിയിട്ട് വാങ്ങാം. പിന്നെ ഇതും അടിപൊളിയാണ്. ഇത് അത്ര ടൈപ്പാണ്, നമുക്ക് ഡ്രസ്സിൽ യൂസ് ചെയ്യാം. പക്ഷെ വൈറ്റ് ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്താൽ കറ പിടിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല ഞാൻ നമ്മുടെ ഈ ചെവിയുടെ ഒക്കെ ബാക്ക് വശത്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പൾസിൻ്റെ ഭാഗത്തായിട്ടും യൂസ് ചെയ്യും. നല്ല സ്മെല്ലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഐറ്റം തന്നെ, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടുമ്പോൾ, അതും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു സ്മെല്ല് കിട്ടുക എന്ന് പറയുന്നത് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതാണ്. അപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഇത് ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഖാദിയിൽ പോയിട്ട് ഞാൻ അത് കുന്നംകുളം ഖാദിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രൊഡക്ട്സ്. അഫോർഡബിൾ പ്രൈസിന് വാങ്ങേണ്ട രീതി, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓൺലൈൻ പർച്ചേസ് ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും.
അതൊക്കെ നോക്കിയിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ യൂസ് ചെയ്തതൊക്കെ എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ്. അതിൽ റിസൾട്ട് ഇല്ലാത്ത പ്രൊഡക്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് മാത്രം, നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി നോർമൽ ടു ഡ്രൈ സ്കിൻ എന്നുള്ള രീതിക്ക് എനിക്കിത് ഓക്കെ ആയിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഓക്കെ അല്ലാത്ത പ്രൊഡക്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. താങ്ക്